ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഞാനിന്ന് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൊണ്ടൊരു റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം ഞാനിതാ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ദേ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ വെണ്ടയ്ക്കയും വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ചെറിയ ജീരകം അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതി കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിലും വെണ്ടയ്ക്കയിലൊക്കെ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്യട്ടോ. ഞാനിവിടെ എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. അങ്ങനെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും 5-6 വെണ്ടയ്ക്കാട്ടോ എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. അത്യാവശ്യം എരിവും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.